Hello students, today we are going to a new section, Duality in Linear Programming Problems. As you have studied the topic in degree classes, you know about duality. The original problem is called the primal, and from the given problem we write another one called not the same problem, we define another problem called the dual of the given problem. Given problem is primal. There are two problems, primal and dual. അതാണ് നമുക്ക് ഡ്യുവാലിറ്റിയിൽ വരുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്, primal problem and dual problem. Original problem or given problem is known as the primal, and the derived problem is called the dual of the given problem. If we can take a common form for the primal, then we can write the dual in a general form. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസേഷൻ ആവാം, മാക്സിമൈസേഷൻ ആവാം, കൺസ്ട്രെയിൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇതിൽ ഏത് വേണമെങ്കിലും ആകാം. വേരിയബിൾസ് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതോ റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തതോ ഒക്കെ ആകാം. അപ്പോൾ അങ്ങനെ പലതരത്തിലിരുന്നാലും നമുക്ക് എഴുതാൻ ബുദ്ധിമുട്ടാണ്. പ്രൈമലിനൊരു ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എല്ലാം മിനിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷൻസ് ഫോർ ഓൾ വേരിയബിൾസ്, അങ്ങനെ ഏത് പ്രോബ്ലത്തെ വേണമെങ്കിലും എഴുതാം. വേണമെങ്കിൽ എല്ലാത്തിനെയും മാക്സിമൈസേഷൻ വിത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് വിത്ത് നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷൻസ് അങ്ങനെയൊക്കെ എഴുതാം. നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫോം ആയിട്ട് എടുക്കുന്നത് ദാറ്റ് ഈസ് let the given problem be of the form minimize, കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്കറിയാം, നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. മിനിമൈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി എക്സ് സബ്ജക്റ്റ് ടു എ എക്സ് കൺസ്ട്രെയിൻസ്. നമ്മൾ ഇക്വാളിറ്റീസ് ഒക്കെ ആക്കാറുണ്ട്, അതിന് മുമ്പിലത്തെ കാര്യമാണ് പറയുന്നത്. എ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി വിത്ത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതിന് തൊട്ട് മുമ്പ് സിമ്പിൾ എക്സ് മൾട്ടിപ്ലയേഴ്സ് ഒക്കെ പറഞ്ഞപ്പോൾ ഏതൊക്കെ കൺസ്ട്രെയിൻസ് ആണെങ്കിലും നമ്മൾ അതിനെ ഇക്വാളിറ്റീസ് ആക്കിയിട്ട് ഡീൽ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഇത് ഡ്യുവൽ എഴുതാൻ വേണ്ടിയാണ്. ഡ്യുവൽ എഴുതാൻ വേണ്ടി ഒറിജിനൽ പ്രോബ്ലത്തെ ഏത് തരം പ്രോബ്ലം തന്നാലും ഇങ്ങനെ എഴുതുക, വിത്ത് മിനിമൈസേഷൻ ഒബ്ജക്റ്റീവ് function greater than or equal to constraints and non-negativity restriction for all the variables. Here the vector is non-negative, therefore all the components or all the variables are non-negative. As an example, we can see this problem. This was the first example that we have done in the section of linear programming. Maximize 2x1 minus x2 plus x3 subject to 2x1 minus 5x2 plus 3x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഏത് പ്രോബ്ലത്തെ ആണെങ്കിലും നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻറ്റിൽ എഴുതാം എന്ന് പറഞ്ഞു, പക്ഷേ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. സെക്കൻഡ് കൺസ്ട്രെയിൻ 3x1 plus 6x2 minus x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. തേർഡ് കൺസ്ട്രെയിൻ x1 plus x2 plus x3 ഇവിടെയും പ്രശ്നമാണ്, ഈക്വൽ ടു 4. x1 x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, x2 അൺറെസ്ട്രിക്റ്റഡ് എന്നൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. മാക്സിമൈസേഷൻ ആണ് ഇവിടെ കിടക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. Any problem can be written in the minimization objective function greater than or equal to constraints, non-negativity restriction for variables can be converted. Here as an example we can see this problem. നിങ്ങൾക്കറിയാം, ഒന്നുകൂടി കാണിച്ചേക്കാം. അപ്പോൾ നമുക്കിതിനെ മിനിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആക്കണം. മാക്സിമൈസേഷൻ അത് മിനിമൈസേഷൻ തരുകയാണെങ്കിൽ അത് തന്നെ എടുത്താൽ മതി, ഇല്ലെങ്കിൽ മിനിമൈസേഷൻ ആക്കാൻ എന്താ ചെയ്യുക, മൈനസ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വി റൈറ്റ് മിനിമൈസ് minus 2x1 plus x2 minus x3 plus x2 minus x3. Then constraints 2x1 plus minus 2x1 minus 5x2 plus 3x3 less than or equal to 4. അതിനെ എന്ത് ചെയ്യും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്കാൻ രണ്ട് സൈഡ്. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൻ്റെ സൈൻ പ്രശ്നമല്ല, നമുക്കിപ്പോൾ ആകെയുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. സിംപ്ലക്സ് മെത്തേഡിൽ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് പോസിറ്റീവ് ആണെന്നൊക്കെ നിർബന്ധം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത് നമുക്ക് ഡ്യുവൽ എഴുതാൻ വേണ്ടി മാത്രമാണ്. ഡ്യുവൽ എഴുതണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിതിനെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്കാൻ രണ്ട് സൈഡിനെയും മൈനസ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. റൈറ്റ് സൈഡ് നെഗറ്റീവ് ആകും, അത് നമുക്കിപ്പോൾ ഈ കാര്യത്തിൽ പ്രശ്നമല്ല. അപ്പോൾ minus 2x1, വേറൊരു ചെറിയ പ്രശ്നം കൂടെ ഉണ്ട്. x2 അൺറെസ്ട്രിക്റ്റഡ് ആണ്, അൺറെസ്ട്രിക്റ്റഡ് വേരിയബിളിനെ നമുക്ക് മാറ്റണം. x2 we put x2 equal to the unrestricted variable. x2 എങ്ങനെ മാറ്റും, x2 equal to x21 minus x22 എന്ന് കൊടുക്കും. x21 x22 greater than
or equal to 0. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ മൈനസ് പ്ലസ് x21 മൈനസ് x22 ദെൻ മൈനസ് x3 എന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ മാറ്റി എഴുതും. കൺസ്ട്രെയിൻറ്റ് മൈനസ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് x2x1 പ്ലസ് 5x2 എന്നാകും. അപ്പോൾ പ്ലസ് 5x21 മൈനസ് 5x22 എന്നായി. അടുത്തത് മൈനസ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് 3x3. നമുക്കപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതാം. റൈറ്റ് സൈഡ് -4 ആയിരിക്കും. ഈ -4 നമുക്ക് പ്രശ്നമല്ല എന്നാണ് പറഞ്ഞത്. സെക്കൻഡ് കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫൈസ് the condition. That means it is a greater than or equal to constraint. We can write it as it is written in the above stage. 3x1 plus x2 ന്റെ കാര്യത്തിൽ പ്രശ്നമുണ്ട്. 6x21 minus 6x22 replace ചെയ്തു. നോൺ നെഗറ്റീവ് വേരിയബിൾസ് ഉണ്ട്. Then minus x3 greater than or equal to 2 എന്ന് എഴുതി. Then third constraint is an equality. ഒരു ഇക്വാളിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ഇൻഇക്വാളിറ്റീസ് ഉണ്ട്. Greater than or equal to 4, x1 plus x2 plus x3 greater than or equal to 4 and x1 plus x2 plus x3 less than or equal to 4 at the same time gives the equality. രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് അത് ഇക്വാളിറ്റി ആയത്. അപ്പോൾ greater than or equal to ആണ് നമുക്ക് വേണ്ട ഫോം. അപ്പോൾ ആദ്യത്തേത് x1 plus x2 it is replaced by x21 minus x22 plus x3 greater than or equal to 4 എന്ന് പറഞ്ഞാൽ കിട്ടും. The other one will be, this will be less than or equal to form. Less than or equal to form അല്ല നമുക്ക് വേണ്ട. അപ്പോൾ നമ്മൾ അതിനെ മൈനസ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. മൈനസ് x1 മൈനസ് x21 പ്ലസ് x22 പ്ലസ് x3 മൈനസ് x3 മൈനസ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നതാണ്. മൈനസ് x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് സൈഡ് 4 ആയിരുന്നു, അതിനെ മൈനസ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു -4. ദെൻ ഓൾ ദ വേരിയബിൾസ് ഏതൊക്കെയാ? x1 x2 അല്ല x21 x22 ആർ ദ നോൺ നെഗറ്റീവ് വേരിയബിൾസ്. ദെൻ x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിനെ മിനിമൈസേഷൻ വിത്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് ആൻഡ് നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷൻ ആക്കി എഴുതാൻ പറ്റും. ഇഫ് വി ഹാവ് ദ ഒറിജിനൽ പ്രോബ്ലം ഇൻ ദിസ് ഫോം, ഇഫ് വി ഹാവ് എന്നല്ല, അല്ലെങ്കിൽ അങ്ങനെ ആക്കി എഴുതുക. ദെൻ വി ക്യാൻ റൈറ്റ് ദ ഡ്യുവൽ. ദിസ് ഈസ് ദ പ്രൈമൽ. ഇത് പ്രൈമൽ ആണെങ്കിൽ നമ്മളുടെ ഡ്യുവല് എന്തായിരിക്കും? മിനിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് മാക്സിമൈസേഷൻ ഡ്യുവൽ. ദെൻ the dual will be, if this is the primal, then the dual will be, അപ്പോൾ ഇത് primal problem ഈ ഫോമിൽ അല്ലെങ്കിൽ അങ്ങനെ ആക്കുക. then we can write the dual as maximize. അപ്പോൾ അത് വേറെ വേരിയബിൾസ് ആണ്. പ്രൈമലിൽ എത്ര കൺസ്ട്രെയിൻസ് ഉണ്ടോ, യൂഷ്വലി we assume that this have n variables primal has and m constraints. Now we have in the dual m variables. അപ്പോൾ x1 x2 xn എന്നുള്ള നൊട്ടേഷൻ കൊള്ളത്തില്ല. അതുകൊണ്ട് നമ്മൾ m കമ്പോണൻസ് ഉള്ള, അപ്പോൾ ഈ എമ്മിൽ നിന്ന് ഇത്രയും നാളും നമ്മുടെ എക്സ് ഈ എന്നിലെ എലമെന്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് n കമ്പോണൻസ് ഉള്ള വെക്ടറാണ് വേരിയബിൾ വെക്ടർ ആയിട്ട് കിട്ടുന്നത്. ഇനി കൺസ്ട്രെയിൻസിന്റെ അത്ര എണ്ണം. അപ്പോൾ ഇ എമ്മിൽ നിന്നൊരു y എടുത്തു. മാക്സിമൈസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നൊട്ടേഷൻ വേണമെങ്കിൽ ഇറ്റ് വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് y. phi of y ഈക്വൽ ടു, ഇനി ഈ ഇക്വേഷൻസിന്റെ റൈറ്റ് സൈഡ് ആണ്, m എണ്ണല്ലേ ഉള്ളത്, സിക്ക് പകരം അതാ വരാൻ പോകുന്നത്. പക്ഷെ ഇതൊരു കോളം വെക്ടർ ആണ്. നമുക്ക് റോ ഇൻറ്റു കോളം മൾട്ടിപ്ലിക്കേഷൻ ആണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നടക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ബി ഡാഷ് എടുക്കുന്നു. ബി ഈസ് എ കോളം വെക്ടർ. ബി ഡാഷ് വിൽ ബി ആൻ m ഡയമെൻഷണൽ റോ വെക്ടർ. ബി ഡാഷ് വൈ എന്നിട്ട് ബി ഡാഷ് വൈ സബ്ജക്റ്റ് ടു ഈ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെയും ട്രാൻസ്പോസ് എടുക്കുന്നു. എ ഡാഷ് ഇത് m/n മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു m/n മെട്രിക്സ് അല്ല ഇപ്പോൾ വേണ്ടത്, n/m മെട്രിക്സ് ആണ് വേണ്ടത്. അതുകൊണ്ട് ഇതിന്റെ ട്രാൻസ്പോസ് എടുത്താൽ അത് സാറ്റിസ്ഫൈ ചെയ്യും. എ ഡാഷ് ഇൻറ്റു വൈ. ഹിയർ വി ഹാവ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻ. ദെൻ ഇൻ ദ ഡ്യുവൽ ലെസ് than or equal to, here we have greater than or equal to constraint. Therefore dual we have less than or equal to constraint. A dash y less than or equal to, അപ്പോൾ മുമ്പ് വിട്ടുപോയ c ഇല്ലേ, c കൊള്ളിയല്ല, ഇക്വേഷൻസിന്റെ റൈറ്റ് സൈഡ് ആക്കണം.
ഇപ്പോൾ എത്ര ഇക്വേഷൻസ് ആവും? പ്രൈമലിന് എത്ര വേരിയബിൾസ് ഉണ്ടോ? പ്രൈമലിന് n വേരിയബിൾസ് ഉണ്ട്. പ്രൈമലിന് n വേരിയബിൾസ് ആയിരുന്നപ്പം ഡ്യുവലിന് m കൺസ്ട്രെയിൻസ് ആയിരുന്നു. ഇപ്പോൾ ഡ്യുവലിന് m വേരിയബിൾസ് ആണ്, n കൺസ്ട്രെയിൻസ് ആണ്. അപ്പോൾ അതാണ് നമുക്ക് a m/n പകരം a n/m വേണ്ടി വന്നത്. അതുകൊണ്ട് നമ്മൾ a' എടുത്തു. a' ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ n ഇക്വേഷൻസ്, n ഇനീക്വാളിറ്റീസ് ഉണ്ട്. അപ്പോൾ n കോൺസ്റ്റൻസ് റൈറ്റ് സൈഡിൽ വരണം. അതിന് കൊള്ളാവുന്നത് പ്രൈമലിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ കോൺസ്റ്റൻസ് ആണ്. ബട്ട് ദിസ് ഈസ് എ റോ വെക്റ്റർ. Therefore we write the corresponding column vector a' ലെസ് ദാൻ ഓർ ഈക്വൽ ടു c'. ഇവിടെ നോൺ നെഗറ്റിവിറ്റി ഉണ്ട്, അപ്പോൾ ഇവിടെയും നോൺ നെഗറ്റിവിറ്റി വേണം. y greater than or equal to 0. This is a dual. Or in the expanded form, f of x equal to cx എന്ന് പറയുമ്പോൾ c1 x1 plus അങ്ങനെ എഴുതണമെന്നില്ല. സിഗ്മ j equal to 1 to n cj xj എന്ന് ഇതിനെ എഴുതാം. Here ax greater than or equal to b എന്നുള്ളത് നമുക്ക് ith കൺസ്ട്രെയിൻറ്റ് എഴുതിയാൽ റൈറ്റ് സൈഡ് bi ആണ്. അപ്പോൾ കോഎഫിഷ്യൻസ് aij, x1 x2 xn ആർ ദ വേരിയബിൾസ്. xj സമ്മേഷൻ ith കൺസ്ട്രെയിൻ്റ് ആണ്. അപ്പോൾ j ഈക്വൽ ടു 1 to n a11 x1 ഫസ്റ്റ് നോക്കിയാൽ പ്ലസ് a12 x2 പ്ലസ് എക്സെട്ര a1n xn. അപ്പോൾ 1 to n വേരിയേഷൻ വേണം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫസ്റ്റ് ആണ് b1, ith ആയതുകൊണ്ട് bi. ഇങ്ങനെ നമുക്ക് m ഇക്വേഷൻസ് ഉണ്ട്, അല്ല m ഇനീക്വാളിറ്റീസ് ഉണ്ട്. i ഈക്വൽ ടു 1 to എക്സെട്ര m. And this is in the expanded form xj greater than or equal to 0, j equal to 1 to etc. n. And here this will be in the expanded form sigma. അപ്പോൾ ഇവിടെ എത്ര ഉണ്ടെന്നാ പറഞ്ഞേ? i varies from 1 to m. റോൾ ഐയുടെയും ജെയുടെയും മാറി, മറ്റടുത്ത j ആയിരുന്നു. അപ്പോൾ എന്ത് വരും? bi yi എന്നാകും. And here it is a' less than or equal to c'. അപ്പോൾ ട്രാൻസ്പോസ് i സിഗ്മ i ഈക്വൽ ടു ജെയുടെ റോള് ഐക്കായി എന്നല്ലേ പറഞ്ഞത്, i ഈക്വൽ ടു 1 to ജെയുടെ റോൾ ഐക്കായി. അപ്പോൾ a സിഗ്മ ഐ ജെക്ക് പകരം a j i ആകും. അവിടെ സിഗ്മ j ഈക്വൽ ടു 1 to n ആവുന്നു. ഇവിടെ a j i വരണ്ടേ? a' ട്രാൻസ്പോസ് എടുത്തപ്പോൾ a j i ഇൻറ്റു y i എന്ന് വരും. i ഈക്വൽ ടു 1 to yi ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് നമുക്ക് വരും? റൈറ്റ് സൈഡിൽ cj എന്ന് വരും. ഫോർ j ഈക്വൽ ടു അവിടെ n ഇക്വേഷൻസ് n ഇനീക്വാളിറ്റീസ് ആണ്, കൺസ്ട്രെയിൻസ് n എണ്ണമാണ്. j ഈക്വൽ ടു 1 to എക്സെട്ര n. അവിടെ m കൺസ്ട്രെയിൻസ് ആയിരുന്നു പ്രൈമലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഡ്യുവലിൽ പ്രൈമലിൽ എത്ര വേരിയബിൾസ് ഉണ്ടോ? n വേരിയബിൾസ് ഉണ്ട്, അത്രയും കൺസ്ട്രെയിൻസ്. ദെൻ the variable vector can be written as yi greater than or equal to 0. ഐയുടെയും ജെയുടെ റോൾസ് ഇന്റർചേഞ്ച് ചെയ്യുക. i equal to 1 to etc. m variables are. That is about the primal and dual. അപ്പോൾ കണക്ഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. പ്രൈമലിന് എത്ര വേരിയബിൾസ് ഉണ്ടോ, അപ്പോൾ നമ്മൾ അതാണ് ഇനി ഒരു ടേബിളായിട്ട് എഴുതാൻ പോകുന്നത്. പ്രൈമലിന് എത്ര വേരിയബിൾസ് ഉണ്ടോ അത്രയും ഡ്യുവലിൽ കൺസ്ട്രെയിൻസ് ഉണ്ടാവും. ഇഫ് ദ പ്രൈമൽ ഹാസ് n വേരിയബിൾസ്, ഞാൻ ചുരുക്കി എഴുതാണ്, var വരെ എഴുതുന്നുള്ളൂ. then the dual has n constraints. if the primal has m constraints, അതായപ്പോൾ നമ്മൾ ഈ റിലേഷനിൽ നിന്ന് മനസ്സിലാക്കിയത്. പ്രൈമൽ ഹാസ് m constraints, dual has m variables. പ്രൈമലിലെ കോസ്റ്റ് കോഎഫിഷ്യൻസ് ഏതാ? പ്രൈമലിലെ cj's. ഡ്യുവലിൽ വന്നപ്പോൾ എന്നായിപ്പോയി? ഇക്വേഷൻസിന്റെ കോൺസ്റ്റൻസ് ആയിപ്പോയി, അല്ല ഇനീക്വാളിറ്റീസിന്റെ കൺസ്ട്രെയിൻഡ് കോൺസ്റ്റൻസ് ആയിപ്പോയി. അതുപോലെ തന്നെ പ്രൈമലിലെ കൺസ്ട്രെയിൻഡ് കോൺസ്റ്റൻസ് ഏതായിരുന്നു? bi ആയിരുന്നു. അത് ഡ്യുവലിലെ കോസ്റ്റ് കോഎഫിഷ്യൻസ് ആയിട്ടുണ്ട്. വേരിയബിൾസ് എണ്ണം നമ്മൾ പറഞ്ഞു, അത് പേര് മാറ്റുന്ന കാര്യം ഓർക്കുക. പ്രൈമലിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസ്, ഡ്യുവലിൽ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് ആയിട്ടുണ്ട്. ദെൻ പ്രൈമലിലെ മിനിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ഡ്യുവലിൽ മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ടുണ്ട്. ഫംഗ്ഷനൊക്കെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ പ്രൈമലിലാകുമ്പോൾ സിഗ്മ cj xj, ഡ്യുവലിലാകുമ്പോൾ സിഗ്മ bi
YI എന്ന് എഴുതാം. അതുപോലെ തന്നെ ഈ കൺസ്ട്രെയിൻസും എക്സ്പാൻഡഡ് ഫോം വേണമെങ്കിലും കൊടുത്തെഴുതാം. ദിസ് അബൌട്ട് ദ പ്രൈമൽ ആൻഡ് ഡ്യുവൽ പ്രോബ്ലം.